പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ 171 നമ്പർ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ഓർമ്മയിൽ 1976 നടി റാണി ചന്ദ്ര അടക്കമുള്ള 95 യാത്രക്കാർ കൊല്ലപ്പെട്ട മുംബൈ മദ്രാസ് ഇന്ത്യൻ എയർലൈൻസ് വിമാനാപകടമാണ് ഓർമ്മയിൽ വരുന്നത്. ആ വിമാനത്തിന്റെയും നമ്പർ 171 എന്നത് യാദൃശ്ചികമാണ്. 1976 ഒക്ടോബർ 12-നാണ് ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം മുംബൈ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ എഞ്ചിന് തീപിടിച്ച് തകർന്നു വീണത്. അഹമ്മദാബാദിൽ മുൻപ് വൻ വിമാന ദുരന്തമുണ്ടായിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ബോയിങ് 737 വിമാനം തകർന്ന് മലയാളികളടക്കം 133 പേരാണ് മരിച്ചത്. ലാൻഡിംഗ് ഘട്ടത്തിൽ വിമാനത്താവളത്തിന് സമീപം മരക്കൊമ്പുകളിലും വൈദ്യുത കമ്പികളിലും തട്ടി പാടത്ത് വീണ് തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അന്ന് 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ലാൻഡിംഗ് ഘട്ടത്തിൽ പൈലറ്റുമാർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയിട്ടില്ലെന്നും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. ടേക്ക് ഓഫിന് നിമിഷങ്ങൾക്കകം തീഗോളമായി നിലംപതിച്ച എയർ ഇന്ത്യയുടെ വിമാനത്തിന് സത്യത്തിൽ സംഭവിച്ചതെന്താണ്? ബ്ലാക്ക് ബോക്സ് പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നത് എയർ ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട്. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം എന്ത് സാങ്കേതിക തകരാറാകും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന അന്വേഷണത്തിലാണ് ലോകം. റൺവേയിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന് ഉയരുവാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായെന്നും മുകളിലേക്ക് വിമാനം ഉയർത്തുവാൻ പൈലറ്റുമാർ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ലെന്നുമാണ് വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ. ലഭിക്കേണ്ട മർദ്ദം കിട്ടാതെ വന്നതോടെ വിമാനത്തിന് പറക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ് താഴ്ന്നിരിക്കുന്ന ലാൻഡിംഗ് ഗിയറുകൾ വ്യക്തമാക്കുന്നതെന്നും വിലയിരുത്തലുണ്ട്. വിമാനം തീർത്തും അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്ന മെയ്ഡേ സന്ദേശം പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കൈമാറിയതോടെ ഈ ഒരു സംശയങ്ങൾ ബലപ്പെടുകയാണ്. പറന്നുയരാനുള്ള മർദ്ദം ലഭിക്കാതെ വന്നതോടെ വിമാനത്തിന്റെ മുൻഭാഗം ഉയർത്തുവാൻ പൈലറ്റുമാർ ശ്രമിച്ചിട്ടുണ്ടാകും. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നും ചില പൈലറ്റുമാർ പറയുന്നുണ്ട്. വിമാനത്തിന്റെ എഞ്ചിനുകൾ മതിയായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതായി കാണുന്നില്ല. ഇതിനൊപ്പം ഓക്സിലിയറി പവർ യൂണിറ്റ് എന്ന ചെറു ജനറേറ്ററും പ്രവർത്തിച്ചിരുന്നില്ല. ടേക്ക് ഓഫിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഗിയർ ഉയർത്തുന്നതിനിടയിൽ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. എഞ്ചിൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിലോ വിമാനത്തിന് പറന്നുയരാനുള്ള മർദ്ദം കണ്ടെത്തുവാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ് ഇത് സംഭവിക്കുക. അന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യം കൃത്യമായി കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂവെന്ന് മുതിർന്ന പൈലറ്റായ ക്യാപ്റ്റൻ സൗരഭ് ഭട്നാഗർ പറയുന്നു. ബോയിങ്ങിന്റെ 787 ഡ്രീം ലൈനർ വിമാനമാണ് അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച വിമാനം 672 അടി ഉയരത്തിലെത്തിയതിന് പിന്നാലെ തീഗോളമായി സമീപത്തെ ആശുപത്രി കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ശേഷം പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കകമാണ് തകർന്നത്. 230 യാത്രക്കാരും 10 ക്യാബിൻ ക്രൂ 2 പൈലറ്റുമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിലുണ്ടായിരുന്നവരിൽ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു. 11A സീറ്റിൽ ഇരുന്ന വിശ്വാസ് കുമാർ വിമാനത്തിന് തീപിടിച്ചതിന് പിന്നാലെ എമർജൻസി വിൻഡോയിലൂടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. നിലവിൽ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിശ്വാസ്. 11J ആയിരുന്നു വിശ്വാസിന്റെ സീറ്റ്. എന്നാൽ അവസാന നിമിഷം സീറ്റ് 11A യിലേക്ക് അധികൃതർ മാറ്റി നൽകുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു.